അപ്പൊ വുഡ് പെക്രാറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് ചെയ്തിട്ടുള്ളത് ഒരു ഊഞ്ഞാലാണ്. അത് നമ്മളിപ്പോ ഇത്രയും കാലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് റൂഫിൽ തൂക്കിയിട്ട് ഊഞ്ഞാലായിരുന്നു. ഇതിപ്പോ നമ്മൾ 2 പില്ലർ വെച്ചിട്ട് ചെയ്തതാണ്. ഒരു 7 അടി ഹൈറ്റും ഒരു 6 അടി വീതിയാണ് ഇതിന്റെ ടോട്ടൽ ഡയമെൻഷൻ വരുന്നത്. 7 അടി അല്ല, ഒരു 7.25 അടി ടോട്ടൽ ഹൈറ്റ് വരും. അങ്ങനെയാണ് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് നമ്മളിതിൽ സെറ്റ് ചെയ്യണ വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അവസാനം വരെ കാണുക, കാരണം ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിന് എത്രത്തോളം ഉറപ്പുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇളക്കം സംഭവിക്കുക എന്നുള്ളതൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അടിച്ചിട്ടുള്ളത് എന്നുള്ളതും കൂടി ഞാനിതിൽ കാണിച്ചു തരാം. ഇത് ഈ ഒരു രീതിയിലാണ് നമ്മളിതിൻ്റെ ഉൾഭാഗത്ത് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ വൈരം നീക്കുന്നതാണ് നമ്മൾ പറയൽ. നമ്മളിതിൻ്റെ ഈ ഒരു വലിയ കാലിൻ്റെ ആ ഒരു കുടുംബ എന്നാണ് പറയുക, ആ കുടുംബയിൽ നമ്മളൊരു ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലോക്കിലേക്ക് നമ്മൾ തട്ടി നീക്കിയിട്ട് നമ്മളിതിൻ്റെ സൈഡിൽ ഒരു ആപ്പ് വെച്ച് അടിച്ചു കൊടുക്കും. ഈ ആപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഈ ലോക്കിൽ നിന്ന് പിന്നെ ഒരിക്കലും ഇത് ഫ്രീ ആവില്ല, ഈ കാല് ഫ്രീ ആവില്ല. ആ ആപ്പ് ഊരാതെ നമുക്ക് ഈ ഒരു ലോക്ക് ഒരിക്കലും ഫ്രീ ആക്കി കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ 2 ക്രോസ് ബാറും 2 സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് അതിന്. ഈ സപ്പോർട്ട് കൊടുത്തതിനും അല്ലെങ്കിൽ ഈ ഒരു കാലിനും ഒക്കെ നമ്മൾ ആപ്പ് അടിച്ചു കഴിഞ്ഞാലും ആപ്പ് അടിച്ചിട്ടും അതിൻ്റെ മേലെ കൂടെ 2 വലിയ ഹോൾ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ മരത്തിൻ്റെ 2 ആണി ഉണ്ടാക്കിയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് യാതൊരുവിധ ഇളക്കവും സംഭവിക്കില്ല. നമ്മൾ വെറുതെ തട്ടി കൂട്ടിയതല്ല, നമ്മളത് അതിന് എന്താ പറയുക, ഒരിളക്കവും സംഭവിക്കരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിത് പണിയെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മേലെ കൂടെ ഇനിയിപ്പോൾ നമുക്ക് കനം കുറഞ്ഞ പലക വെച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. അത് നമ്മളെ ബലത്തിനെ ഒരിക്കലും ബാധിക്കണില്ല. ഡിസൈൻ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്തു കൊടുക്കാം. ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്. തൃശ്ശൂർ ജില്ലയിലുള്ള കുന്നുംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ലക്ഷ്മി മാഡത്തിനും ദിലീപ് സാറിനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ ലക്ഷ്മി മാഡം ആർക്കിടെക്റ്റ് ആയിരുന്നു. അപ്പോൾ മാഡം അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു, ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളതായിട്ടുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മളിത് ഫൈനലാക്കിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് വീഡിയോ കണ്ടിട്ട് അതൊന്നും കുറച്ച് മോഡലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പാടെ കൂട്ടിയിട്ടാണ് നമ്മളിത് ഫൈനലായിട്ട് ഈ ഒരു രീതിയിൽ എത്തിയിട്ടുള്ളത്. ഇനി നമ്മളിതിൻ്റെ ഈ ഒരു ക്രോസ് ബാറാണ് ഫിറ്റ് ആക്കാനുള്ളത്. ഈ ക്രോസ് ബാർ നമ്മൾ ഫിറ്റ് ആക്കണത് ബോൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫിറ്റ് ആക്കുന്നത്. നമ്മളെ കട്ടിലിനൊക്കെ ബോൾട്ട് ഫിറ്റ് ആക്കണ പോലെയാണ് നമ്മളിതിൽ കുടുക്കിയിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു നെട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ക്രോസ് ബാറിൽ ഹൈഡ് ചെയ്ത് വെച്ചതാണ്. അത് ഫ്രണ്ടിൽ നിന്നൊന്നും ബാക്കിൽ നിന്നും നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 ബോൾട്ടാണ് നമ്മളിതിന് കൊടുക്കുന്നത്. ഇൻ കേസ് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ലൂസാവുക അല്ലെങ്കിൽ ചെറിയൊരു ഇളക്കമൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പാനർ വെച്ചിട്ട് ഈ ഒരു ബോൾട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇളക്കം അവിടെ നിൽക്കും. ഈ വെക്കണ 4 ബോൾട്ടും നമുക്ക് പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. പുറത്തേക്ക് അത് കാണില്ല. നമ്മളത് ഈ ഒരു ഫ്രണ്ടിലേക്ക് നിൽക്കണ മേലെ ടോപ്പിൽ ഫ്രണ്ടിലേക്ക് നിൽക്കണ ആ ഒരു ഡിസൈൻ അതേപോലെ തന്നെ നമ്മൾ സൈഡിലേക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ആ ഒരു ബോൾട്ടും കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റില്ല. നമുക്കിത് ഇൻ കേസ് ഇത് ചെറിയൊരു ഇളക്കമൊക്കെ സംഭവിക്കുകയാണെന്ന് നമുക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അഴിച്ചെടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വെക്കുന്നത് സ്ക്രൂ വെക്കുകയാണ്. ഒരു 2 സ്ക്രൂ വെക്കണുള്ളൂ. അപ്പോൾ നമുക്കിതൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അഴിച്ചെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്പാനർ വെച്ചത് ടൈറ്റാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇളക്കം കാര്യങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇളക്കം കാര്യങ്ങളൊക്കെ തീർക്കാനും പറ്റും. നമുക്കിരുന്ന് ആടാനുള്ള ഈ ഒരു ഫ്രെയിം തൂക്കിയിടുന്നത് SS-ൻ്റെ ചെയിനിലാണ് നമ്മളിത് തൂക്കിയിടുന്നത്. ഓരോ റാഡുകളായിട്ടാണ് വരുന്നത്. 11 ഇഞ്ച് നീളമുള്ള ഓരോ റാഡുകളായിട്ടാണ്. ഇത് SS മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ SS-ൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിതിൻ്റെ അടിയിൽ ബോൾട്ട് ഇട്ട് മുറുക്കി വെക്കുകയാണ്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ചൊരു 1 ഇഞ്ചോളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ബോൾട്ട് ലൂസാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് സാധനം സെറ്റാക്കി കൊടുക്കുന്നത്. നമ്മൾ ഈ തൂക്കാൻ പോകുന്ന ഫ്രെയിമിൻ്റെ ടോട്ടൽ നീളം വരുന്നത് 46 ഇഞ്ചാണ്. 46 ഇഞ്ചിൽ നമുക്ക് ഇരിക്കാനുള്ളത് 40 ഇഞ്ച് കിട്ടുള്ളൂ. കാരണം അതിൻ്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ചങ്ങലേൻ്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 6 ഇഞ്ചിൻ്റെ അടുത്ത് പോകും. അപ്പോൾ ഒരു 40 ഇഞ്ച് നമുക്ക് ഇരിക്കാൻ കിട്ടും. 2 പേർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ വീതി വരുന്നത് 24 ഇഞ്ചാണ്. 24 ഇഞ്ചാണ് നമ്മളെല്ലാ ഊഞ്ഞാലിൻ്റെയും വീതി വെക്കൽ. പിന്നെ നീളം നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. നമ്മൾ ഊഞ്ഞാൽ തൂക്കിയിട്ട് എൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് 19 ഇഞ്ചാണ് നമ്മൾ ഹൈറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇരുന്നിട്ട് ആടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാലൊന്ന് പൊന്തി നിൽക്കുകയും ചെയ്യും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കാലൊന്ന് താഴ്ത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്ത് നിർത്തുകയും ചെയ്യാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഏകദേശം നമ്മുടെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനി തൃശ്ശൂരിലേക്ക് എത്തിക്കാനുണ്ട്. തൃശ്ശൂർ കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളത് എത്തിച്ചു കൊടുക്കേണ്ടത്. വീഡിയോയിൽ ഞാനും കണ്ണനും മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു ടീമുണ്ട്. ടീമിൽ 4 പേര് പുറത്താണ് അവർക്കൊന്ന് പണി നടക്കുന്നത്. അപ്പം ഒന്ന് വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമുക്കിന്ന് സാധനം കൊണ്ടുപോകേണ്ടതുകൊണ്ട് നമ്മളിവിടെ എല്ലാ ആൾക്കാരും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഫുൾ ടീം.
ഫുൾ ടീം ആയിട്ടില്ല. ഞങ്ങളെ റിയാസാക്ക, അതേപോലെ തന്നെ നമ്മുടെ റഷീദാക്ക, അതേപോലെ തന്നെ മണിയേട്ടൻ, അങ്ങനെ നമ്മുടെ ഉണ്ണി, നമ്മളെ എന്താ പറയാ സാധനങ്ങളൊക്കെ എത്തിച്ചേരല് നമ്മുടെ ഉണ്ണിയാണ്. അവനും കൂടി ഉണ്ട്. 4 പേരും പുറത്താണ് പണി നടക്കണമെന്ന്. അപ്പോൾ അവരെ കൂട്ടാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതാണ് ഞങ്ങളുടെ ടീം, വുഡ് പെക്കർ ടീം. ഈ ഒരു വീട്ടിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞാനും കണ്ണനും തന്നെയായിരുന്നു സെറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പൂജാ മന്ദിരം കൂടി നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കാനുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ ഊഞ്ഞാല് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സ്ഥലം ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഒരു കോട്ടിയാടുണ്ട്, അവിടേക്ക് ഇറക്കി വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല സ്ഥലം കിട്ടിയത് കൊണ്ട് നമ്മൾ അവിടെ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരെന്തായാലും ഉദ്ദേശിച്ചതിനേക്കാൾ നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ കമന്റിൽ അറിയിക്കുക. എന്തായാലും വളരെ സന്തോഷം. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന നമ്മുടെ യൂട്യൂബ് ചാനലായ വുഡ് പെക്കർ ആർട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതേപോലെ തന്നെ നിങ്ങൾ കാണുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെന്നുണ്ടെങ്കിൽ ലാൽ നിലമ്പൂരുകാരൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിടുക. അപ്പൊ എന്തായാലും അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.